ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് സമാധാനപരം. പ്രതീക്ഷയോടെ മുന്നണികൾ. പ്രളയകാലത്ത് വേലിയേറ്റത്തിൽ വന്നടിഞ്ഞ മണൽ നീക്കം ചെയ്തില്ല. പ്രളയം കഴിഞ്ഞ് 3 മാസം പിന്നിടുമ്പോഴും വഴിയടഞ്ഞ തീരദേശം. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിൽ നഗരസഭ പുതുതായി നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ഇനിയും പ്രവർത്തനക്ഷമമായില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയെന്ന് ആക്ഷേപം. മതിലകം പുന്നയ്ക്ക് ബസാറിൽ ടെമ്പോ ട്രാവലറും പെട്ടി ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. കോട്ടയിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിന് പിറകിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് സമാധാനപരം. ശബരിമല വിഷയം ഉൾപ്പെടെ പ്രചാരണ വിഷയമായ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയോടെ മുന്നണികൾ. ഇരിങ്ങാലക്കുട നഗരസഭ, ചേലക്കര, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ 2ാം വാർഡിലേക്കും കടവല്ലൂർ പഞ്ചായത്തിലെ 5ാം വാർഡ്, വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ 14ാം വാർഡിലേക്കുമാണ് വോട്ടെടുപ്പ് നടന്നത്. കടവല്ലൂർ പഞ്ചായത്ത് 5ാം വാർഡിലേക്കുള്ള വോട്ടെടുപ്പ് കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിലെ 2 ബൂത്തുകളിലായാണ് നടന്നത്. 83.34% പോളിംഗ് രേഖപ്പെടുത്തി. ഇരിങ്ങാലക്കുട നഗരസഭ 2ാം വാർഡായ കരുവന്നൂരിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കരുവന്നൂർ സെന്റ് ജോർജ് സ്കൂളിലെ ബൂത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. പോളിംഗ് ബൂത്തിന് മുന്നിൽ പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പോലീസ് ഇടപെട്ട് സ്ഥാനാർത്ഥി അടക്കമുള്ളവരെ ബൂത്തിന് മുന്നിൽ നിന്ന് മാറ്റി. 73.98% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് മൂലം ചേലക്കര വെങ്ങാനല്ലൂർ വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. ചോലപ്പറമ്പ് 157ാം നമ്പർ പോളിംഗ് ബൂത്തിലെ വോട്ടെടുപ്പാണ് യന്ത്ര തകരാർ മൂലം തടസ്സപ്പെട്ടത്. തകരാർ പരിഹരിച്ച ശേഷം വോട്ടിംഗ് പുനരാരംഭിച്ചു. ഇവിടെ 79.89% പോളിംഗ് രേഖപ്പെടുത്തി. പറപ്പൂക്കര പഞ്ചായത്തിലെ 2ാം വാർഡ് പള്ളത്ത് നടന്ന വോട്ടെടുപ്പിൽ 85.64% പോളിംഗ് രേഖപ്പെടുത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോളിംഗ് സ്റ്റേഷന്റെ പരിസരത്ത് നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് മാറ്റിയിരുന്നു. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ യത്തീംഖാന വാർഡിലേക്കും വോട്ടെടുപ്പ് നടന്നു. 86% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച നടക്കും. പ്രളയം കഴിഞ്ഞ് 3 മാസം പിന്നിടുമ്പോഴും വഴിയടഞ്ഞ് തീരദേശം. പ്രളയകാലത്തുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ വന്നടിഞ്ഞ മണൽ തീരപ്രദേശത്തിന്റെ വഴിമുടക്കുകയാണ്. എറിയാട് പഞ്ചായത്തിലെ ചന്ത കടപ്പുറത്ത് 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ ടാർ റോഡ് മണ്ണിടിഞ്ഞ നിലയിലാണ്. ഒരടിയിലധികം കനത്തിൽ മണ്ണ് നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര അസാധ്യമാണ്. ചന്ത കടപ്പുറം മുതൽ മണപ്പാട്ടുചാൽ വരെയുള്ള പ്രദേശത്താണ് റോഡ് കാണാനാകാത്ത വിധത്തിൽ മണ്ണ് വന്ന് നിറഞ്ഞിട്ടുള്ളത്. 100 കണക്കിന് വീടുകളുള്ള ഈ പ്രദേശം ആശ്രയിക്കുന്ന ഏക യാത്രാമാർഗമാണിത്. അടിയന്തര ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നാളിതുവരെയായി നടപടിയുണ്ടായിട്ടില്ല. പ്രളയനാളുകളിൽ ശക്തമായ തിരയടി മൂലം ആയിരക്കണക്കിന് ടൺ മണലാണ് കരക്കടിഞ്ഞത്. മറ്റു പലയിടങ്ങളിലും ഇത്തരം മണൽ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ ഉപയോഗിച്ചുവെങ്കിലും ചന്ത കടപ്പുറത്ത് അതുണ്ടായില്ല. റോഡിൽ വന്നടിഞ്ഞ മണൽ നീക്കം ചെയ്യുക വഴി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ശേഖരിക്കുന്ന മണൽ താൽക്കാലിക തടയണ നിർമ്മാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാനാകും. എന്നാൽ അധികൃതർ ഈ വിഷയത്തിൽ നിസ്സംഗത തുടരുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിൽ നഗരസഭ പുതുതായി നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ഇനിയും പ്രവർത്തനക്ഷമമായില്ല. നഗരസഭ തനതു ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപ ചെലവിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോഴും കടമുറികളുടെ ഷട്ടറുകൾ ഉയരുന്നതിന്റെ നടപടികളാവുന്നില്ല. ഇരുനിലകളിലായി നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിലെ താഴത്തെ നിലയാണ് ഇതിനകം ലേലം ചെയ്തത്. ലക്ഷങ്ങൾ മുടക്കി 7 മുറികൾ ലേലം ചെയ്തവർക്ക് തങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നത് വൈദ്യുതിയുടെ പ്രശ്നമാണ്. മുറികളിൽ പാനൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് നടപടികൾ വൈകിയതാണ് പ്രശ്നമായത്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക് വിങ്ങിനാണ് ഇതിന്റെ ചുമതല. 1 വർഷം മുമ്പ് ഏറ്റെടുത്ത നടപടികൾ അവർ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. പാനൽ സ്ഥാപിക്കൽ ഇനിയും നീളുമെന്ന ആശങ്കയാണ് മുറികൾ ലേലം കൊണ്ടവരെ അലട്ടുന്നത്. ഇതിനു പുറമെ ഇവർക്ക് വെള്ളം കിട്ടുന്നതിനും സംവിധാനമൊരുക്കിയിട്ടില്ല. മുകളിലെ നിലയിൽ നിർമ്മിച്ച 7 മുറികളുടെ ലേല നടപടികളും വൈകുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. മതിലകം പുന്നയ്ക്ക് ബസാറിൽ ടെമ്പോ ട്രാവലറും പെട്ടി ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. ഗുരുവായൂർ ചൊവ്വലൂർപ്പടി സ്വദേശി രായമരക്കാർ വീട്ടിൽ 45 വയസ്സുള്ള കുഞ്ഞു മുഹമ്മദാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ഗുരുവായൂർ സ്വദേശി നൌഷാദിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ദേശീയപാതയിൽ പോട്ട പനമ്പള്ളി കോളേജ് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിന് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. തൃശൂർ കൊക്കാല സ്വദേശി മുല്ലശ്ശേരി ഇബ്രാഹിമിന്റെ മകൻ 29 വയസ്സുള്ള ഷിബിനാണ് മരിച്ചത്.
ബുധനാഴ്ച രാത്രി 10-നായിരുന്നു അപകടം. എറണാകുളത്ത് നിന്നും തൃശൂരിലേക്ക് വരുന്നതിനിടെ ഷിബിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബസിന്റെ പിന്നിലിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷിബിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിയാരത്ത് ദമ്പതികൾ വീടിനകത്ത് തൂങ്ങി മരിച്ചു. മുൻ പഞ്ചായത്ത് അംഗം 41 വയസ്സുള്ള സിനി, ഭർത്താവ് 48 വയസ്സുള്ള ബാബു എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു മൃതദേഹങ്ങൾ വീടിനകത്ത് കണ്ടത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണമെന്നാണ് പ്രഥമ നിഗമനം. ഇവരുടെ 3 മക്കളും രാവിലെ സ്കൂളിൽ പോയിരുന്നു. രണ്ടാമത്തെ മകൻ ഐസക് ഉച്ചഭക്ഷണത്തിന് എത്തിയപ്പോഴാണ് മാതാപിതാക്കൾ തൂങ്ങി മരിച്ചതായി കണ്ടത്. ഉടനെ തൊട്ടടുത്ത വീട്ടിലെ ബന്ധുക്കളെ വിവരം അറിയിച്ചു. തുടർന്ന് ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പിന്നീട് മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ചാലക്കുടിയിലെ ഹോം നഴ്സിംഗ് ഓഫീസിൽ ജോലിക്കാരിയാണ് സിനി. ബാബുവിന് മീൻ കച്ചവടവുമായിരുന്നു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് സിനി വിജയിച്ചത്. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടയിൽ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. മഹാവിഷ്ണു വള്ളത്തിലെ തൊഴിലാളി എറിയാട് ആറാട്ട് വഴി കോഴിപ്പറമ്പിൽ 50 വയസ്സുള്ള സുധാകരനാണ് മരിച്ചത്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ മൊബൈൽ ഷോപ്പുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്നതിനിടെ പിടിയിലായവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊരട്ടി പള്ളത്താട്ടി വീട്ടിൽ ജോമോൻ, 17 വയസ്സുള്ള മുരിങ്ങൂർ സ്വദേശി എന്നിവരെയാണ് SI ജയേഷ് ബാലൻ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവർ പനമ്പള്ളി ബിൽഡിംഗിലെ 2 ഷോപ്പുകൾ കുത്തിത്തുറന്ന് മോഷണത്തിന് ശ്രമിച്ചത്. വില കൂടിയ 4 ഫോണുകൾ കൈക്കലാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പോലീസ് പിടിയിലായത്. ഇരിങ്ങാലക്കുട കുടുംബ കോടതിയിൽ ബഹളം വയ്ക്കുകയും തടയാൻ ശ്രമിച്ച പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ സ്വദേശി കോട്ടാംതുരുത്തി വീട്ടിൽ അജിത്തിനെയാണ് ഇരിങ്ങാലക്കുട SI ബിബിനിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഭാര്യ നൽകിയ പരാതിയിലാണ് പ്രതി കോടതിയിൽ എത്തിയത്. കേസിന്റെ വിസ്താരത്തിനിടെയാണ് യുവാവ് കോടതിയിൽ ബഹളമുണ്ടാക്കിയത്. കടങ്ങോട്ട് പാഴിയോട്ടുമുറിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കടങ്ങോട് ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. ജലവിതരണ വകുപ്പിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പരാതി നൽകിയെങ്കിലും അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ജലക്ഷാമം നേരിടുന്ന എരുമപ്പെട്ടി, കടങ്ങോട്, കടവല്ലൂർ എന്നീ പഞ്ചായത്തുകളിലുള്ളവരാണ് കടങ്ങോട് പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ. നിലവാരമില്ലാത്ത പൈപ്പുകൾ അശാസ്ത്രീയമായ രീതിയിൽ റോഡിനോട് ചേർന്ന് സ്ഥാപിച്ചതാണ് നിരന്തരമായി പൊട്ടുവാൻ ഇടയാക്കിയത്. പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ മേഖലകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ഇടയാക്കും. വിവാഹ സമ്മാനമായി ലഭിച്ച സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കി യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും ഭർത്തൃ സഹോദരിയെയും 2 വർഷം തടവിന് ശിക്ഷിച്ചു. ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. മമ്മിയൂർ കോത്തുള്ളി ശ്രീനിവാസന്റെ മകൻ സുനിൽ, അമ്മ ജാനകി, സുനിലിന്റെ സഹോദരി സരിത എന്നിവരെയാണ് മജിസ്ട്രേറ്റ് KB വീണ 2 വർഷം തടവിനും 5000 രൂപ വീതം പിഴയടയ്ക്കാനും ശിക്ഷിച്ചുകൊണ്ട് ഉത്തരവായത്. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. വെളിയങ്കോട് ഗ്രാമം സ്വദേശിനി ഐനിക്കൽ കൃഷ്ണൻകുട്ടിയുടെ മകൾ ദർശനയുടെ പരാതിയിലാണ് കോടതി വിധി. പരാതിക്കാരിക്കു വേണ്ടി APP ശ്രീകുമാർ, അഡ്വക്കേറ്റ് C സുഭാഷ് കുമാർ എന്നിവർ ഹാജരായി. 25-ലധികം കുടുംബങ്ങൾക്ക് ആശ്രയമായ വഴി ഗതാഗതത്തിന് യോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ 15 വർഷത്തെ ആവശ്യം പൂർത്തീകരിച്ച് SDPI പ്രവർത്തകർ മാതൃകയായി. കടപ്പുറം പഞ്ചായത്തിലെ 4-ാം വാർഡിലെ പൂന്തുരുത്തി കായൽ ഭാഗത്തെ വഴിയാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ 1.5 ലക്ഷം രൂപ ചെലവിട്ട് SDPI പ്രവർത്തകർ സഞ്ചാരയോഗ്യമാക്കിയത്. സ്ഥലമുടമയെ നാട്ടുകാരുടെ ആവശ്യം ബോധ്യപ്പെടുത്തിയ പ്രവർത്തകർ കുഴികൾ നിറഞ്ഞ വഴിയിൽ കരിങ്കൽ ചീളുകൾ പാകി. തുടർന്ന് റോഡ് റോളർ ഉപയോഗിച്ച് വഴി ഗതാഗത യോഗ്യമാക്കുകയായിരുന്നു. SDPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഫാറൂഖ്, മണ്ഡലം സെക്രട്ടറി KH ഷാജഹാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. വാർത്തകളിലേക്ക്. ശബരിമല മുൻ മേൽശാന്തി മംഗലത്ത് അഴകത്ത് മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഇരിങ്ങാലക്കുട ക്ഷേത്ര ആചാര വിശ്വാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. സമിതി പ്രസിഡന്റ് CG കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സമിതി രക്ഷാധികാരി നരേന്ദ്ര വാര്യർ, കൂടൽമാണിക്യം തന്ത്രി അണിമംഗലം വല്ലഭൻ നമ്പൂതിരി, കൂടൽമാണിക്യം മേൽശാന്തി പുത്തിലത്ത് മനക്കൽ കാരണവർ നീലകണ്ഠൻ നമ്പൂതിരി, മണക്കാട് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ആറാട്ടുപുഴ ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് മധു മംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
വീട് ശുചിയാക്കാൻ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞൻ റോബോട്ടിനെ വികസിപ്പിച്ചെടുത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധേയരാകുന്നു. പെരിഞ്ഞനം RMBHS സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ഫുവാദ്, സനീൻ, മുബാറക് എന്നിവർ ചേർന്നാണ് കുഞ്ഞൻ റോബോട്ടിനെ വികസിപ്പിച്ചെടുത്ത് സംസ്ഥാന ശാസ്ത്രമേളയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. പ്ലാസ്റ്റിക് നിർമ്മിതമായ റോബോട്ടിന്റെ നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ് വഴിയാണ്. ശുചിത്വത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ശുചിത്വ ചിന്തകൾ തുടങ്ങണമെന്ന ആശയത്തിനാണ് വിദ്യാർത്ഥികൾക്ക് പോലും എളുപ്പം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ റോബോട്ടിനെ വികസിപ്പിച്ചെടുത്തത്. മൊബൈൽ വഴി നമുക്ക് വീട് ശുചിയാക്കാനായിട്ട് മെയിനായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട് വഴി വാക്യൂം ക്ലീനറിൻ്റെ പൈപ്പിണി കാണുന്ന ഇതിലെ ഡസ്റ്റുകളൊക്കെ വലിച്ചെടുത്ത് ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്യും. പിന്നെ ബാക്കിൽ മോപ്പുണ്ട്, തുടക്കാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാൽ വെള്ളം മിതമായ രീതിയിൽ വീണുകൊണ്ട് ഇത് തുടക്കും. ഗ്യാസ് ലീക്കേജ് കണ്ടുപിടിക്കാനുള്ള ഒരു സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്യാസ് ലീക്കാകുമ്പോൾ അത് ബസർ അടിക്കുകയും നമ്മളെ അറിയിക്കുകയും ചെയ്യും. ലിംബോ റോബോ എന്ന് പേര് നൽകിയ റോബോട്ടിനെ വീട് വെള്ളമൊഴിച്ച് തുടയ്ക്കാനും വാക്വം ക്ലീനറായും ഉപയോഗപ്പെടുത്താം. വീട്ടിലെ LPG ഗ്യാസ് ചോർച്ച ഉണ്ടാകുന്ന സമയത്ത് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സംവിധാനവും റോബോട്ടിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രത്യേകമായി ഘടിപ്പിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് പൂന്തോട്ടങ്ങൾ മിനുക്കാനും ഈ കുഞ്ഞൻ റോബോട്ടിനെ ആശ്രയിക്കാം. 5 മണിക്കൂർ വരെ തുടർച്ചയായി ഇത് ഉപയോഗിക്കാൻ കഴിയും. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കൈത്തുമ്പിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ കുഞ്ഞൻ റോബോട്ടിനെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്തത്. TCV കയ്പമംഗലം. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി മേധാവി ഡോക്ടർ സുനിൽ കെ മേനോന്റെ പിതാവ് കാളത്തോട് ത്രിവേണി റോട്ടിൽ വട്ടേക്കാട് ഗംഗാധര മേനോൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. കാഞ്ഞിരക്കോട്ട് തോട്ടുപാലത്തിന് സമീപം ഇന്നോവ കാർ ഇടിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കാനയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കാഞ്ഞിരക്കോട് വില്ലടത്ത് ഗോവിന്ദനാണ് പരിക്കേറ്റത്. ഇന്നോവ കാർ ഓട്ടോറിക്ഷയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഗോവിന്ദനെ നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. മണലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചു. LDF ധാരണപ്രകാരം CPMലെ MK സദാനന്ദനാണ് രാജിവെച്ചത്. രാജിക്കത്ത് ഉപവരണാധികാരി കൂടിയായ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. അടുത്ത 2 വർഷം CPIക്കായിരിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനം. 1 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചിറ്റണ്ട തലശ്ശേരി റോഡ് പുനർനിർമ്മാണത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ 3 കോടി രൂപ അനുവദിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള BM&BC നിലവാരത്തിലുള്ള നിർമ്മാണ രീതിയാണ് അവലംബിക്കുന്നത്. മണ്ഡലത്തിലെ പ്രധാന ഹൈവേയായി വടക്കാഞ്ചേരി ചാവക്കാട് റോഡിലെ പാഴിയോട്ടുമുറി മുതൽ പന്നിത്തടം വരെ ആധുനിക രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുന്നംകുളം മണ്ഡലത്തിലെ പ്രധാന റോഡുകൾ നവീകരിക്കുന്നതിനോടൊപ്പം നഗരവികസനത്തിനായി ബഡ്ജറ്റിൽ 75 കോടി രൂപയുടെ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി കുന്നംകുളം MLA ആയ മന്ത്രി AC മൊയ്തീൻ അറിയിച്ചു. എറിയാട് പഞ്ചായത്തിലെ കൊട്ടിക്കലിൽ പണിയാത്ത തോടിന് 3/4 ലക്ഷത്തിലധികം രൂപ പണിക്കൂലി എഴുതി വാങ്ങിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് PP ജോൺ അധ്യക്ഷത വഹിച്ചു. എറിയാട് ബ്ലോക്ക് പ്രസിഡന്റ് PK ഷംസുദ്ദീൻ, PB മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാറും ലൈഫ് പദ്ധതിയുടെ താക്കോൽദാനവും നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി വാർഷിക പദ്ധതി അവലോകനം നടത്തി. ലൈഫ് പദ്ധതിയുടെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി S നായർ നിർവഹിച്ചു. എരുമപ്പെട്ടി സ്കൂളിൽ പരിശീലനത്തിനെത്തിയ അണ്ടർ 17 കേരള സ്കൂൾ ഫുട്ബോൾ ടീമിനെയും പരിശീലകരായ L ആന്റണി, ദിലീപ്, ക്യാമ്പ് ചാർജ് ഓഫീസർ മുഹമ്മദ് ഹനീഫ എന്നിവരെയും മികച്ച കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വയോജന വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NC സതീഷ് അധ്യക്ഷത വഹിച്ചു. കില അസോസിയേറ്റ് പ്രൊഫസർ പീറ്റർ M രാജ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സഹദേവൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളറക്കാട് വെള്ളത്തേരി പ്രദേശത്ത് മലമ്പാമ്പുകളെ കാണുന്നത് തുടർക്കഥയാകുന്നു. 1 മാസത്തിനുള്ളിൽ ഗ്രാമവാസികൾ പിടികൂടിയത് 10ഓളം മലമ്പാമ്പുകളെയാണ്. നിരന്തരം മലമ്പാമ്പുകളെ കാണുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. തോട്ടുംകരയിലെ ജനവാസ കേന്ദ്രത്തിലെ റോഡിൽ നിന്ന് നാട്ടുകാർ പിടികൂടിയ മലമ്പാമ്പിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ഏറ്റെടുത്തു.
ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ കായകൽപ്പം അവാർഡിനായുള്ള അവസാനഘട്ട പരിശോധന നടന്നു. സംസ്ഥാന തലത്തിൽ ജില്ലാ ജനറൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന കായകൽപ്പം പദ്ധതിയുടെ സംസ്ഥാനതല പരിശോധനയാണ് നടന്നത്. ഒക്ടോബറിൽ നടന്ന ജില്ലാതല പരിശോധനയിൽ ജനറൽ ആശുപത്രിക്ക് ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ചിരുന്നു. ജില്ലാ ജനറൽ ആശുപത്രികൾക്കും പ്രത്യേക വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. സംസ്ഥാനതല മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന ആശുപത്രിക്ക് 50 ലക്ഷം രൂപയും 2ാം സ്ഥാനം നേടുന്ന ആശുപത്രിക്ക് 20 ലക്ഷം രൂപയും 3ാം സ്ഥാനത്തിന് 3 ലക്ഷം രൂപയുമാണ് അവാർഡ് തുക. ഡോക്ടർ അംജിത് കുട്ടിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ജോസഫ്, ഡോക്ടർ രാമൻ എന്നിവരാണ് പരിശോധന നടത്തിയത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കന്നഡ പദ്യം ചൊല്ലൽ മത്സരത്തിൽ വിവ ജെയ്സൺ 1ാം സ്ഥാനം കരസ്ഥമാക്കി. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയും മറ്റം സ്വദേശി ചിറമ്മൽ ജെയ്സൺ സജ്ജി എന്നിവരുടെ മകളുമാണ് വിവ ജെയ്സൺ. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബൈബിൾ മാസാചരണത്തിന്റെ പാലയൂർ മേഖല പരിപാടിക്ക് ശനിയാഴ്ച പാലയൂരിൽ തുടക്കമാകും. ഫാദർ ലിജു ചിരിയങ്കണ്ടത്ത് ഉദ്ഘാടനം നിർവഹിക്കും. റക്ടർ ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. ഡിസംബർ മാസം എല്ലാ ദിവസവും ബൈബിൾ പാരായണത്തിന് പ്രത്യേക വേദിയും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും നടക്കുന്ന ബൈബിൾ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ അവസരവും ഉണ്ടായിരിക്കും. ഒരിടവേള. വാർത്തകളിലേക്ക്. കട്ടൻ കാപ്പിയിൽ ഗുളിക കലർത്തിക്കൊടുത്ത് 17-കാരനെതിരെ ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ സ്ത്രീയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിയാട് വെള്ളിലംകുന്ന് സ്വദേശി വലിയടത്ത് പറമ്പിൽ അജയന്റെ ഭാര്യ 2ാം ഭാര്യ സീനത്തിനെയാണ് SI VV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ആദ്യപാരയിലെ 2 മക്കളുമായി സ്ഥിരമായി വഴക്കിടാറുള്ള സീനത്താണ് 17 വയസ്സായ മകനെ ഗുളിക കലക്കി നൽകി ദേഹോപദ്രവം ഏൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാവക്കാട് നെറ്റ്ഫിഷ് MPEDA വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കടൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും മത്സ്യത്തൊഴിലാളികൾക്ക് ലൈഫ് ജാക്കറ്റ് വിതരണവും നടന്നു. മുനക്കിക്കടവ് ഹാർബറിൽ നടന്ന ചടങ്ങ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PK ബഷീർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നെറ്റ്ഫിഷ് MPEDA ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ജോയ്സ് വി തോമസ് അധ്യക്ഷനായി. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുവൈർ മുഖ്യപ്രഭാഷണം നടത്തി. നെറ്റ്ഫിഷ് സ്റ്റേറ്റ് കോർഡിനേറ്റർ MK സന്തോഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് വികസന സെമിനാർ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷീജു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഉഷ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സാവിത്രി വിജയൻ, PA കുഞ്ചു, സരിത മധു തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതിരാമൻ അധ്യക്ഷത വഹിച്ചു. CHC സൂപ്രണ്ട് ഡോക്ടർ ബീന മൊയ്തീൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ആശാ വർക്കർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ തേൻ നിലാവിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച സയൻസ് ലാബിന്റെ ഉദ്ഘാടനം മുൻ ഹെഡ്മാസ്റ്റർ AD വർഗീസ് നിർവഹിച്ചു. OSA അംഗം മിഥുൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ CM ജോഷി, ഫാദർ തോമസ് ചൂണ്ടൽ, വിജയരാഘവൻ എന്നിവർ പങ്കെടുത്തു. കൗതുകമുണർത്തി കുട്ടികളുടെ പ്രവൃത്തി പരിചയമേള. തിരുവത്ര GMLP സ്കൂളിലെ കുരുന്നുകളാണ് തങ്ങളുടെ കുഞ്ഞു ബുദ്ധിയിലുദിച്ച ആശയങ്ങൾ കൊണ്ട് സ്കൂളിലെ ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചത്. വീട്, ജലചക്രം, ഫാൻ, പൂക്കൾ തുടങ്ങി ഒട്ടേറെ കരകൗശല വസ്തുക്കൾ കുട്ടികൾ നിർമ്മിച്ചു. കൂടാതെ പഴയകാലത്ത് കുട്ടികൾ കളിക്കാനായി ഉപയോഗിച്ചിരുന്ന ഓല കൊണ്ടുണ്ടാക്കുന്ന പന്ത്, കണ്ണട, പമ്പരം, നക്ഷത്രം, PP തുടങ്ങിയവയും ശ്രദ്ധേയമായി. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികൾക്ക് വേണ്ട പിന്തുണ നൽകി. മേളയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ സഫൂറ ബക്കർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് OK സലീം അധ്യക്ഷനായി. പ്രധാനാധ്യാപിക TV ലിസി, സനിത രാജേഷ്, MA ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ആശുപത്രി കോമ്പൗണ്ടിൽ പുതിയതായി നിർമ്മിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ നിർവഹിച്ചു.
വൈസ് പ്രസിഡന്റ് ജ്യോതിരാമൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് LP സ്കൂളിൽ സംഘടിപ്പിച്ച മലയാള തിളക്കം പദ്ധതിയിലൂടെ മലയാള ഭാഷാ നൈപുണ്യം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TN ലളിത ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ നഗരസഭാ കൌൺസിലർ സിന്ധു സുബ്രഹ്മണ്യൻ അധ്യക്ഷയായി. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് TS മായാദാസ്, ലയൺസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണി വടക്കാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പൊന്മാണിക്കുടം അഷേഖ് ഉണ്ണി മുഹ്യുദ്ദീൻ മുസ്ലിയാരുടെ 93-ാം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. KF ഷംസുദ്ദീൻ മുസ്ലിയാർ പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് V ഹസൻ ബഷീർ ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു. സ്വലാത്ത് മജ്ലിസിന് മുഹമ്മദ് നജീബ് തങ്ങൾ ആന്ത്രോത്ത് നേതൃത്വം നൽകി. ഷറഫുദ്ദീൻ മൗലവി വെൺമനാട് മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന ദിക്ർ മജ്ലിസിന് ഹബീബ് തങ്ങൾ ചെക്കരപ്പറമ്പ് നേതൃത്വം നൽകും. സിറാജുദ്ദീൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. വരന്തരപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ സ്മൃതി യാത്രയുടെ സമാപന സമ്മേളനം INTUC ദേശീയ നിർവാഹക സമിതി അംഗം ആന്റണി കുറ്റൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിനയൻ പണിക്കവളപ്പിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന, ഔസഫ് ചെരടായി, ഇബ്രാഹിം ചക്കുങ്ങൽ എന്നിവർ സംസാരിച്ചു. ശബരിമല വിഷയം അടക്കമുള്ളവയിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും നയത്തിൽ പ്രതിഷേധിച്ച് മാളയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PD ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് സമാധാനപരം. പ്രതീക്ഷയോടെ മുന്നണികൾ. പ്രളയകാലത്ത് വേലിയേറ്റത്തിൽ വന്നടിഞ്ഞ മണൽ നീക്കം ചെയ്തില്ല. പ്രളയം കഴിഞ്ഞ് 3 മാസം പിന്നിടുമ്പോഴും വഴിയടഞ്ഞ് തീരദേശം. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിൽ നഗരസഭ പുതുതായി നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ഇനിയും പ്രവർത്തനക്ഷമമായില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയെന്ന് ആക്ഷേപം. മതിലകം പുന്നയ്ക്ക ബസാറിൽ ടെമ്പോ ട്രാവലറും പെട്ടി ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. കോട്ടയിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിന് പിന്നിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.